السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, മഹാനായ മർഹൂം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആത്മീയ പ്രഭ കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് ഈ കർണാടക, പ്രത്യേകിച്ചും ദക്ഷിണ കന്നഡ പ്രദേശം. മഹാനവറുകളുടെ മകൻ ഖുറത്ത് സാദാത്ത് തങ്ങളവറുകൾ ഇവിടെ ധാരാളം മഹല്ലുകൾക്ക് ഖാദിയായും എല്ലാ വിധേനയും ഇവിടെയും കേരളത്തിലും ബഹുവന്യരായ പിതാവിനെ പിന്തുടർന്ന് വളരെ നല്ല നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് കരുത്തു നൽകി. മഹാനവറുകളുടെ വിയോഗം കഴിഞ്ഞ് ഇപ്പോൾ ആണ്ടനുസ്മരണം നടക്കുന്ന സമയമാണ്. അല്ലാഹു അവിടുത്തെ ഖബറിലും താജുൽ ഉലമയുടെ ഖബറിലും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സയ്യിദന്മാരുടെയും ഉലമാക്കളുടെയും അവരെ പിന്തുടർന്ന് ജീവിച്ച മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുടെയും ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. ധാരാളം വലിയ വലിയ ആലിമീങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അടക്കം, ബദറു സാദാത്ത് തങ്ങളടക്കം പലരും ഇവിടെ പ്രസംഗിച്ച് കഴിഞ്ഞതാണ്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. സ്നേഹമില്ലാത്തവന് ഈമാനില്ല. ഏറ്റവും വലിയ ഈമാനിന്റെ അടയാളമാണ് സ്നേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് അർശിന്റെ തണൽ നൽകുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം റജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫാറഖാ അലൈഹി. അല്ലാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. നാം ഖുറത്ത് സാദാത്ത് തങ്ങളെ സ്നേഹിച്ചതും താജുൽ ഉലമയെ സ്നേഹിച്ചതും നൂറുൽ ഉലമയെ സ്നേഹിച്ചതും കൻസുൽ ഉലമയെ സ്നേഹിച്ചതും താജുൽ ശരിയയെ സ്നേഹിച്ചതും താജുൽ ഫുഖഹായിനെ സ്നേഹിച്ചതും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളെയും ഉലമാക്കളെയും നമ്മുടെ മഞ്ഞനാടി ഉസ്താദിനെ പോലെയുള്ള ഈ കന്നഡയിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാവരെയും നമ്മൾ സ്നേഹിച്ചത് ദീനിന്റെ പേരിലാണ്.
ആ സ്നേഹം ഒരാളുടെ വിയോഗം കൊണ്ട് കഴിഞ്ഞു പോകുന്നതല്ല, അതെന്നും നിലനിൽക്കുന്നതാണ്. അതിന്റെ തെളിവാണ് കോരിച്ചെരിയുന്ന ഈ മഴയത്തും ഈ അനുസ്മരണ പരിപാടിക്ക് ധാരാളം ആളുകൾ ഒഴുകിയെത്തി ഒത്തുന്നു എന്നത്. അല്ലാഹു ഇതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സൃഷ്ടികളിൽ ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട വ്യക്തി എന്നതിൽ ഒരു മുസ്ലിമിനും തർക്കം ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർ നബി തങ്ങളുടെ കുടുംബത്തെയും അവിടുത്തെ സഹാബികളെയും അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെയും സ്നേഹിക്കണം. അതില്ലെങ്കിൽ നബി തങ്ങളോടുള്ള സ്നേഹം പൂർണ്ണമാവുകയില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള മഹാന്മാരെ വെറുത്തുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന വിഭാഗം ശിയാക്കളാണ്. അവരുടെ ഈമാൻ കൃത്യമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തള്ളി പറഞ്ഞുകൊണ്ടോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തള്ളി പറഞ്ഞുകൊണ്ടോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തള്ളി പറഞ്ഞുകൊണ്ടോ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെടുകയില്ല. കാരണം അലി റളിയല്ലാഹു അൻഹു അത്രയും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത മഹാന്മാരാണ്. ആദ്യത്തിൽ പറഞ്ഞ 3 ഖുലഫാഉർ റാഷിദീങ്ങളും അവർ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവർ തമ്മിലുള്ള സ്നേഹം ആദരവും വളരെ വലുതാണ്. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത, സുന്നത്ത് ജമാഅത്തിന് കക്ഷിത്വമില്ല. സുന്നത്ത് ജമാഅത്ത് ശരിയായ ആശയം ഇവിടെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് ജനങ്ങളെ നയിക്കുകയും ചെയ്തവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ. ആലിമീങ്ങൾക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ഒരു ആലിമിനെയും വെറുക്കാൻ പാടില്ല, ഒരു ആലിമിനെയും നിന്ദിക്കാൻ പാടില്ല. എല്ലാവരെയും ആദരിക്കാം. സയ്യിദന്മാർക്കിടയിൽ ചിലപ്പോൾ കുടുംബപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ വ്യത്യസ്തമായ വേദികളിൽ ഉള്ളവരുണ്ടാകും. അതിന്റെ പേരിൽ അവരെയും വെറുക്കാനോ അവരെയും ഇകഴ്ത്താനോ ആദരവ് കുറക്കാനോ പാടില്ല. സയ്യിദന്മാരെ എല്ലാം ആദരിക്കണം, പണ്ഡിതന്മാരെ എല്ലാവരെയും ആദരിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തമ്മിൽ ചില വീക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ 4 പേർക്കും തർളിയത്തും അതുപോലെ തറഹമും നിർവഹിക്കുന്നവരാണ് മുസ്ലിം ലോകം മുഴുവനും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വല്ല മുറാദും ഹാസിലാകണം എന്ന് തോന്നിയാൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സിയാറത്തിന് അവിടെ സിയാറത്ത് ചെയ്തു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ദുആ ചെയ്താൽ എന്റെ കാര്യം നിറവേറാറുണ്ടെന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഖുനൂത്ത് ഓതണം എന്ന് മാത്രമല്ല, ഓതിയിട്ടില്ലെങ്കിൽ 2 സുജൂദ് അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. പക്ഷേ
ഇന്നേ വരെ ഒരു ഹനഫി മദ്ഹബുകാരനായ പണ്ഡിതനും നിങ്ങൾ ഖുനൂത്ത് ഓതാത്തതിന്റെ പേരിൽ 2 സുജൂദ് ചെയ്തതിനാൽ നിസ്കാരത്തിൽ ഇല്ലാത്ത ഒരു സുജൂദ് വർദ്ധിപ്പിച്ച് നിങ്ങളെ നിസ്കാരം ബാത്തിലായി പോയി എന്ന് ശാഫിഈ മദ്ഹബുകാരോട് ഒരു ഹനഫിയും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇതേപോലെ ഹനഫി മദ്ഹബുകാരോട് നിങ്ങൾ അങ്ങനെ ഒരു സുജൂദ് ചെയ്യണം എന്ന് ശാഫിഈ മദ്ഹബുകാരും പറഞ്ഞിട്ടില്ല. കാരണം ശാഫിഈ മദ്ഹബുകാർ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കണം, ഹനഫി മദ്ഹബുകാർ ഹനഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കണം എന്നാണ് ഓരോ മദ്ഹബിന്റെയും വക്താക്കളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അല്ലാതെ നിങ്ങൾ പരസ്പരം കലഹിക്കണമെന്നോ പരസ്പരം പിഴച്ചവരായി ചിത്രീകരിക്കണമെന്നോ നിങ്ങൾക്ക് അവരെ മസ്അലയുടെ പേരിൽ വീക്ഷണ വ്യത്യാസത്തിന്റെ പേരിൽ ആക്ഷേപിക്കാമെന്നോ നിന്ദിക്കാമെന്നോ ഒരു മദ്ഹബിന്റെ ഇമാമും പഠിപ്പിച്ചിട്ടില്ല എന്നതല്ലേ വസ്തുത.